നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് അവൽ വിളയിച്ചത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ പറഞ്ഞു തരാവേ. അപ്പോൾ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്, ഊട്ടുരുളിയാണ് കേട്ടോ. അതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച്, നാടൻ നെയ്യാണ് എപ്പോഴും നല്ലത്, ഒഴിച്ചിട്ട് അതിനുള്ളിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് പൊട്ടുകടലയാണ്. അതും ഈ സെയിം കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇതേപോലെ വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് കറുത്ത എള്ളും വെളുത്ത എള്ളുമാണ്. അത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു അവലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ 2 പിടിയോളം കൈപ്പിടിയോളം നമ്മൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊട്ടുകടല ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്താണ് ഈ എള്ള് രണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എള്ള് ചേർത്തിട്ട് ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. പിന്നെ ഈ സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഷെയ്ഡ് മാറി, അതായത് തേങ്ങയുടെ ആ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്ന പോലെ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വറുത്ത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ഷെയ്ഡ് മാറിയപ്പോൾ തന്നെ നമ്മൾക്ക് മധുരത്തിന് നമ്മൾ ചേർക്കുന്നത് ശർക്കര പാനിയാണ്. ശർക്കര പാനി എടുക്കേണ്ട വിധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു തേങ്ങയിലേക്ക് ഇട്ടിട്ട് ആ ഒരു ശർക്കര പാനിയിൽ ഈ ഒരു തേങ്ങ നല്ലപോലെ മൂത്ത് വരുമ്പോൾ കുറച്ച് ചുക്കുപൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് കേട്ടോ. ചുക്കുപൊടിയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് വയറിനൊക്കെ വേദനകളും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ച് വെച്ച പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവൽ നമുക്ക് ഇട്ട് കൊടുത്ത് പകുതി പകുതിയായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു ശർക്കര പാനിയിൽ ഇതെല്ലാം കൂടെ മിക്സായി അവൽ നന്നായിട്ട് നനഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു അവൽ വിളയിച്ചത്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻസ്, അതായത് പൊട്ടുകടല, എള്ള്, പിന്നെ കശുവണ്ടി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് മെനക്കെട്ടാൽ അടിപൊളിയായിട്ടുള്ള അവൽ വിളയിച്ച് നമുക്ക് തയ്യാറാക്കാം കേട്ടോ.